ഹലോ! അപ്പൊ നമ്മളിന്ന് മലയാറ്റൂര് കുരിശുമുടി കയറാൻ പോവാട്ടോ. ആക്ച്വലി ഞാൻ കുറേ നാളായി മലയാറ്റൂര് മല കയറിയിട്ട്. അതായത് കോവിഡിന് ശേഷം ഞാൻ പോയിട്ടെന്നെയില്ല. ലാസ്റ്റ് ഇയർ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നെങ്കിലും അത് നടന്നില്ല. അപ്പൊ ഇത്തവണ എന്തായാലും പോണംന്ന് പ്ലാൻ ഇട്ടിരുന്നെങ്കിലും എന്ന് പോവും എന്നുള്ളത് അറിയില്ലായിരുന്നു. യൂഷ്വലി ഹോളി വീക്കില് ഞാൻ പോവാറില്ല. കാരണം നല്ല തിരക്കായിരിക്കും. അപ്പൊ അതിന് മുന്നായിട്ട് പോണം. അപ്പൊ ഈ ആഴ്ച തന്നെ ഓൾറെഡി കഴിഞ്ഞു. ഇനി ലാസ്റ്റാണ്. നെക്സ്റ്റ് വീക്ക് തൊട്ട് ഹോളി വീക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ പെട്ടെന്നുള്ള പ്ലാനിങ് ആയിരുന്നു. അങ്ങനെ ഒരു 5:30 ആയപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തു. അങ്ങനെ ഒരു 6:15, 6:30 ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ. ആക്ച്വലി ഞാനും ഹസ്ബൻഡും മമ്മിയും പിന്നെ ഹസ്ബൻഡ് ഒരു ഫ്രണ്ടും കൂടി ഞങ്ങൾ 4 പേര് കൂടിയിട്ടാണ് മലയാറ്റൂർ കുരിശുമുടി കയറാൻ പോകുന്നത്. അതിൻ്റെ അടിവാരത്തുള്ള 2 പള്ളികളാട്ടോ. അതിൽ ഈ പുതുക്കി പണിത പള്ളിയോ അല്ലെങ്കിൽ പുതിയ പള്ളി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ബാക്കി മറ്റേ പള്ളിയിലോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഈ പെരിയാർ നദിയിലോട്ടൊന്നും ഞാൻ വന്നിട്ടില്ല കേട്ടോ. ഒരുപാട് പേര് അവിടെ ആ നേരത്ത് കുളിക്കുന്നുണ്ടായിരുന്നു. നമ്മളൊരു 9:15, 9:30 ആയപ്പോഴാണ് അവിടെ എത്തിയത്. അത് കഴിഞ്ഞ് നമ്മളിതാ മലയാറ്റൂർ കുരിശുമുടി കയറാൻ പോയി. പിന്നെ ഞാൻ ആ കയറുന്നതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭക്തിപരമായിട്ട് കുരിശിൻ്റെ വഴിയൊക്കെ ചെല്ലിയിട്ടാണ് കയറിയത്. പിന്നെ മമ്മി അതുപോലെ തന്നെ പതുക്കെ കയറി വന്നുള്ളൂ. ഞങ്ങളോട് പൊക്കോളാൻ പറഞ്ഞു. മമ്മി ടൈം എടുക്കും എന്തായാലും. അതുകൊണ്ട് മമ്മി ചിലപ്പോഴേ കയറുള്ളൂ. അപ്പോൾ എന്നെ നോക്കി നിൽക്കണ്ടാന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കയറ്റി വിട്ടു. പക്ഷേ ഞങ്ങൾ മേലെ കയറി തിരിച്ചിറങ്ങുമ്പോഴേക്കും മമ്മി 12ാം സ്ഥലമൊക്കെ എത്തിയായിരുന്നു. പിന്നെ ഒരുപാട് പേർക്ക് അറിയാലോ ഈ മലയാറ്റൂർ മല കയറുന്നതിൻ്റെ പിന്നിലുള്ള ചരിത്രം. AD 52 തോമസ് ലീഹ ഇവിടെ വന്നതും അതുപോലെ തന്നെ തോമസ് ലീഹ കുറേ പേര് കൊല്ലാൻ വന്നിരുന്ന സമയത്ത് തോമസ് ലീഹ ഒളിച്ചിരുന്ന സ്ഥലമാണ് ഈ മലയാറ്റൂർ മല. ഇതിൻ്റെ അപ്പുറം ഇപ്പുറം ഒക്കെ കാടാട്ടോ. ഈ മലയാറ്റൂർ മലയുടെ ഈ ഭാഗം മാത്രം കുറച്ചിങ്ങനെ വെട്ടിത്തെളിച്ച്, പക്ഷെ ഫുൾ പാറകളാണ്. അപ്പോൾ തോമസ് ലീഹ അന്ന് ഇവിടെ പാറയമ കുത്തിയപ്പോൾ ഒരുപാട് വെള്ളം കവിഞ്ഞൊഴുകിയിരുന്നു എന്നാണ് പറഞ്ഞു കേൾക്കപ്പെടുന്നത്. അപ്പോൾ ഒരുപാട് പേര് ആ വെള്ളത്തിനെ ഭയങ്കര സീക്രഡ് ആയിട്ട് കണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അതുപോലെ കുറേ പേര് കുരിശ് ചുമന്നുകൊണ്ട് ഈ മല കയറുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ നോമ്പ് സമയത്ത് കർത്താവ് കുരിശ് ചുമന്നതിൻ്റെ ഒരു എന്താ പറയുക സാക്രിഫൈസ് പോലെയാണ് ഒരുപാട് പേര് ഈ മല കയറുന്നതും. പിന്നെ ഈ ആനകുത്തിയ പള്ളി എന്ന് പറയുന്നതും തോമസ് ലീഹ അന്നവിടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് തോമസ് ലീഹനെ ആന കുത്താൻ വന്നിരുന്നു. അങ്ങനെ തോമസ് ലീഹ പ്രാർത്ഥിച്ച് അന്ന് തോമസ് ലീഹനെ ഈ ആന അറ്റാക്ക് ചെയ്യാതെ പോയി. അതുപോലെ കാൽപ്പാടുകൾ, അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളുണ്ട് കേട്ടോ ഇതിൻ്റെ പിന്നിൽ. അങ്ങനെ നമ്മളിതാ മലയൊക്കെ കയറി തിരിച്ച് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് മല ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ ഇറങ്ങി താഴെ എത്തിയപ്പോൾ തന്നെ ഒരു 3, 3:30 പിന്നെ അവിടെ നിന്ന് ഒരു ചുക്ക് കാപ്പിയൊക്കെ കുടിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് വിട്ടു. അപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്കുള്ളൊരു ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റായി. പിന്നെ എങ്ങനെയെങ്കിലും വന്ന് കിടന്ന് ഉറങ്ങിയാൽ മതി എന്നായി. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ അതുവരേക്കും സ്റ്റേ ട്യൂൺ. ടാറ്റാ.